ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്ട്രോബെറി കേക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സ്ട്രോബെറി കേക്ക്. ഇത് നമ്മുടെ ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ ഫില്ലിങ്ങും സിറപ്പും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഉണ്ടാക്കാനാണേലും എളുപ്പമാണ്, വളരെ കുറഞ്ഞ ചിലവിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാ കേക്കുകളും പോലെ തന്നെ ഓവനില്ലാതെ ആണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ശരിക്കും ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്നതാണ് കേട്ടോ ഈ ഒരു സ്ട്രോബെറി കേക്ക്. അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 200 ml കപ്പാണ്, 120 ഗ്രാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലിപ്പം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. 7 ഇഞ്ചിൻ്റെ ട്രേയോ 8 ഇഞ്ചിൻ്റെ ട്രേയോ ഏതായാലും കുഴപ്പമില്ല. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ബീറ്റ് ആയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് പതഞ്ഞു വരും. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ലിക്വിഡ് ജെൽ കളറാണ്. ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ബേബി പിങ്ക് കളറാട്ടോ ചേർക്കുന്നത്. ഈ ഒരു കളർ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് കേക്കിന് കിട്ടുക. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് കളറാണ് കിട്ടിയത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, ബീറ്റർ ഇല്ലാന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കുകയും വേണ്ട. മിക്സിയിൽ നല്ല അസലായിട്ട് തന്നെ ഉണ്ടാക്കാം, ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കേട്ടോ ബാറ്റർ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരുപാട് തിക്ക് ലെയറിനെ കഴിയുമ്പോൾ കുറച്ച് തിൻ ലെയറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 8 ഇഞ്ച് എടുക്കുന്നത്. പലർക്കും കേക്കിന് ഹൈറ്റ് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ 7 ഇഞ്ചിൻ്റെ എടുത്തോളൂ. അത് ആ കേക്ക് മിക്സിങ്ങിൻ്റെയും ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റ് എങ്ങനെ ബീറ്റ് ചെയ്യുന്നു, എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു എന്നതൊക്കെ നമ്മുടെ ആ കേക്കിൻ്റെ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമുക്കൊരു സ്ക്വയർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ പ്രീഹീറ്റ് ചെയ്യാണ്. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ല കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേക്ക്. നല്ല ഭംഗിയുണ്ടല്ലോ, നല്ലൊരു കളറാണത്, ബേബി പിങ്ക്. ഒന്ന് കുത്തി നോക്കുകയാണ്. കറക്റ്റായിട്ടായിട്ടുണ്ട്, ഒന്നും പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഉണ്ടെന്ന്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസമേ കേക്ക് ചെയ്ത് വെക്കുമല്ലോ. പിറ്റേ ദിവസമാണ് കേക്ക് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്. നമ്മളത് അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിമോൾഡ് ചെയ്തെടുത്ത് വേറൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവും ഇല്ല. ഇതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ചൊരു ഹാർഡായതുപോലെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള കേക്കാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്ക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ഉണ്ട്. ആ സൈഡിൽ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് അതും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ബ്ലൂബെറി ക്രഷ് ഒക്കെ എടുത്തതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ക്രഷാണ് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് വരുന്ന വലിയ റേറ്റ് ഒന്നുമില്ല, 150 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ. നമുക്കൊരു ബൗളിലേക്ക് ഈ ഒരു സ്ട്രോബെറിയുടെ ക്രഷ് ഒരു 1/4 കപ്പ് എടുക്കുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാൻ എടുക്കുന്ന സിറപ്പ്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സിറപ്പ് കൊണ്ട് കേക്ക് സോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു സിറപ്പ് ഇങ്ങനെ വായിലേക്ക് വരും. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മുടെ കേക്കിന് സ്പെഷ്യൽ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ തരികളായിട്ടാട്ടോ കിടക്കുന്നത്. നമ്മൾ ബ്ലൂബെറി കേക്കിലൊക്കെ ചെയ്തില്ലേ അതേപോലെ തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ചെറിയ തരിപ്പായിട്ടാണ് കഴിക്കാൻ കിട്ടേണ്ടത്, വലിയ പീസസ് അല്ല. അപ്പോൾ നമുക്കതെന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. ഇതിപ്പോൾ നമുക്കൊരു 1/4 കപ്പ് സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയ തരിയായിട്ടുള്ള ഒരു കഷ്ണങ്ങൾ നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടും നമുക്ക് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൂസ് ഡൈൻ ബേക്കിംഗ് ക്ലാസ് ഉണ്ട്, എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാമെന്ന് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്രീമിൽ കളറൊന്നും ചേർക്കുന്നില്ല. ആ ഒരു ബേബി പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മുടെ കേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ക്രീം വിപ്പ് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്നെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട സിറപ്പും ക്രീമും ഫില്ലിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ലെയർ ചെയ്തൊന്ന് എടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. എനിക്ക് എപ്പോഴും ഇഷ്ടം 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതാകുമ്പം ഒരുപാട് തിക്ക് ലെയർ അല്ല കിട്ടുക. ഒരു അത്യാവശ്യം നമ്മുടെ കേക്കിന് ആവശ്യമുള്ള ഒരു തിൻ ലെയർ തന്നെ കിട്ടും. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത ലെയറും കൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം കത്തി വെച്ച് തിരിച്ച് ഒരു ഭാഗം മാത്രം അങ്ങ് കട്ട് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് കത്തി അങ്ങ് വലിച്ചാൽ മതി ഉള്ളിൽ കൂടി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് ലെവൽ സോക്കിംഗ് ആണ്. കേക്കിൻ്റെ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആ സിറപ്പ് ഒന്ന് എത്തണം കേട്ടോ. മുഴുവനായിട്ടൊന്ന് സോക്ക് ചെയ്യട്ടെ. ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് കഴിക്കുന്ന കേക്കിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും, ആ ഒരു ജ്യൂസിനെസ് കേക്കിൻ്റെ. നമുക്ക് ഒരു കേക്കിൻ്റെ ബോർഡ് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും മുകളിലത്തെ ലെയർ കട്ട് ചെയ്ത് മാറ്റിയില്ലേ അതാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി കുറച്ചുകൂടെ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തും ആ സിറപ്പ് അങ്ങ് എത്തട്ടെ. അല്ലെങ്കിൽ നമ്മളത് കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചില ഭാഗത്ത് ഒരു ജ്യൂസിനെസ് ഇല്ലാത്ത പോലെ. നമുക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കുകയാണ്. അത് നമുക്ക് പെട്ടെന്ന് ക്രീം സ്പ്രെഡ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഫില്ലിങ്, സ്പെഷ്യൽ ഫില്ലിങ്ങില്ലേ നമ്മുടെ, അത് ചേർത്ത് കൊടുക്കാം. അത് തേച്ചിട്ട് ഒരുപാട് അങ്ങ് ക്രീമിലേക്ക് അങ്ങ് അമർത്തി വെച്ച് കൊടുക്കണ്ട. ജസ്റ്റ് അതിൻ്റെ മുകളിൽ മാത്രമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെക്കുകയാണ്. സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്രീം വയ്ക്കാം. പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഫില്ലിങ് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ ഏറ്റവും അടിയിലത്തെ ലെയറാണ്. അപ്പോൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രംസ് ഒന്നും വരില്ല കേക്ക് ക്രീം ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ ഞാനിത് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ചെയ്യുന്നില്ല. നമുക്ക് സൈഡിലും അതേപോലെ തന്നെ ഒന്ന് ക്രീമാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ട് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ക്രേപ്പർ കൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ആ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ പാലറ്റ് നൈഫ് കൊണ്ട് സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും പാലറ്റ് നൈഫ് കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതാ കുറച്ച് ക്രീം ബാക്കിയുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബേബി പിങ്ക് കളർ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലൊരു ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഡാർക്ക് കളർ വേണ്ട, ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറാണ്. ഇനി അതാ ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. സാധാരണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവേണ്ട ഒരു നോസിലാണത്. ഒരുപാട് ഡിസൈൻസ് ചെയ്യാം ഈ ഒരു നോസിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ബേബി പിങ്ക് കളർ തന്നെയാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ക്രീം നിറച്ച് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഷെയ്ഡ് കിട്ടും, അതിന് വേണ്ടി ചെയ്യുന്നത്. അതിലേലും കുഴപ്പമൊന്നുമില്ല, വെറുതെ പിങ്ക് കളർ മാത്രമായാലും മതി, വൈറ്റും പിങ്കും അല്ലേ, അതൊരു ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നമുക്കൊരു ഫ്ലവർ വരച്ചു കൊടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. ഇത് സൈഡിലും കൂടെ ആ ഫ്ലവർ വരച്ച ആ ഭാഗത്ത് മാത്രം അവിടെ എവിടെയായിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി പിടിച്ചിട്ട്. മോളാണ് കേട്ടോ പൈപ്പിംഗ് ബാഗൊക്കെ കൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. ഇനി ഈ നോസിലാണ് എടുക്കുന്നത്. ഈ നോസിലുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പിലൊക്കെ ഫുള്ളായിട്ട് പ്രസ് ചെയ്തൊന്ന് പൊക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇടയ്ക്കെല്ലാം വരും. അത് ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാപ്പുള്ളിടത്ത് മാത്രം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ഗ്യാപ്പല്ല, എന്നാൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളാണുള്ളത്. അപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടാവുക. മേലെയും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറീസ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കിതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സ്ട്രോബെറി. ഈ ഒരു പാക്കറ്റിന് 130 രൂപയാണ്. സ്ട്രോബെറി കേക്കല്ലേ, ഇതുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ എപ്പോഴും കേക്കിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ന്യൂട്രൽ ഗ്ലേസ് ആണ് ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അത് നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക്, ഇപ്പോൾ ഏത് ഫ്രൂട്ടാണ് വെക്കുന്നതെങ്കിലും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഫ്രഷ്നെസ് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ കാണാൻ ഒരു ഭംഗിയാണ്, ഒരു ഗ്ലേസിങ്ങും കിട്ടും. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ആവശ്യമുള്ള സ്ട്രോബെറീസിൻ്റെ മുകളിൽ മാത്രം തേച്ച് കൊടുക്കുകയാണ്. നമുക്ക് അവിടെ എവിടെയായിട്ട് ഒരു കേക്കിൻ്റെ മുകളിൽ സ്ട്രോബെറീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വലിയ ഒരെണ്ണം ഉണ്ടായിരുന്നത് നടുക്കും വെച്ചിട്ടുണ്ട്. അപ്പം സൈഡിൽ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രോബെറി. അങ്ങനെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സിൽവർ പേൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ സിൽവർ പേൾസ് അവിടെ എവിടെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വലിയ പേൾസ് അതും കൂടെ അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എഡിബിളാണ് കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന പേൾസാണ്. അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ഒരു വൈറ്റ് പോർഷൻ അങ്ങനെ തന്നെ ഒഴിച്ച് വിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊരു അട്രാക്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേത് അങ്ങ് എടുത്ത് കാണിക്കും. ഇവിടെ അങ്ങ് ഒഴിച്ച് ഒന്നും ചെയ്യാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പം വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്ലെയിൻ വൈറ്റിൽ ഈ സ്ട്രോബെറീസ് 2 സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് കൊടുത്താലും മതി. അതൊക്കെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാ നമ്മുടെ അകത്തും പുറത്തും ഒക്കെ സ്ട്രോബെറീസ് അങ്ങ് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ട്രോബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. എല്ലാവരും ഒരുപാട് റെസിപ്പീസ് ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് നോക്കിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പറയണമെന്നില്ല ഒരുപാട് പേര് ആവശ്യപ്പെട്ടു എന്ന്. പക്ഷേ കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടത് മാത്രമേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ക്ലാസ് ഉണ്ട്. ചിക്കൂസ് ഡൈൻ ബേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ബേക്കിംഗ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്ത ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ അത് ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക്സിൻ്റെ ആയാലും റെസിപ്പീസിൻ്റെ ആയാലും ഫോട്ടോസൊക്കെ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഒരുപാട് പേര് ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കയറി ചിക്കൂസ് ഡൈൻ ഫാമിലി എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഫാമിലിയുടെ അംഗമാകാൻ സാധിക്കും. എല്ലാവരും പറയാറുണ്ട് മിക്കവാറും എല്ലാ കേക്കും ചെയ്യുന്ന സമയത്ത് അയ്യോ ചേച്ചി കേക്ക് കട്ട് ചെയ്യല്ലേ എന്ന്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നാലും കട്ട് ചെയ്യണ്ടേ, കഴിക്കണ്ടേ നമുക്ക്. അപ്പം ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യട്ടെ. ചെയ്തു. നമ്മൾ അടുത്ത കട്ട് ചെയ്യുന്നതിന് മുമ്പ് കത്തി ഒന്ന് തുടച്ചിട്ട് വേണം വെക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കത്തി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കിതിങ്ങനെ എടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ബേബി പിങ്കും വൈറ്റും കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ആ ഒരു ലെയർ നല്ല നന്നായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തു, കഴിക്കട്ടെ. നന്നായിട്ട് നമ്മുടെ സ്ട്രോബെറിയുടെ ആ ഒരു ജ്യൂസിൽ അങ്ങനെ സോക്കായിരിക്കുന്ന കേക്കാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് സോക്കായിരിക്കുന്നുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ആ ഒരു സ്ട്രോബെറിയുടെ ആ ജ്യൂസൊക്കെ ശരിക്കും കഴിക്കുന്ന സമയത്ത് വായിലേക്ക് വരുന്നുണ്ട്. ആ ക്രഷ്, സ്ട്രോബെറിയുടെ ക്രഷ്, ശരിക്കും നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടത്, പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ വിചാരിക്കും സ്ട്രോബെറിയുടെ എന്തോ കുഞ്ഞു കുഞ്ഞു പീസുകളാണെന്ന് വിചാരിക്കുള്ളൂ. അത് കഴിക്കാൻ കിട്ടുന്നുണ്ട്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് പുളിയൊന്നുമില്ല, എന്നാൽ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രോബെറിയുടെ ചെറിയൊരു പുളിയില്ലേ, അതുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു കേക്ക് 1 കിലോയും 300 ഗ്രാമും ഒക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1 കിലോ 600 രൂപ മുതൽ 800 രൂപ വരെയാണ്. അപ്പോൾ ഓരോ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേറ്റൊക്കെ. സ്ട്രോബെറി ഒന്നും അല്ലാതെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയതാണെങ്കിലും എളുപ്പത്തിൽ കഴിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞത്, എത്രക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ബീറ്റർ ഇല്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട, മിക്സിയിൽ തന്നെ ചെയ്താൽ മതി. പലരും ബീറ്റർ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഞാൻ ബീറ്റർ വെച്ച് ചെയ്യുന്നത്. ഇപ്പം പിന്നെയും പലരും മിക്സി വെച്ച് കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കഴിയുന്നത് മിക്സിയിലൊക്കെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.